ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിൽ ബ്ലോക്ക് 1 ഡിവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് സോഷ്യൽ തിയറി, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ സമൂഹശാസ്ത്ര സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നത് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയഘടനയാണ്. ചിലപ്പോൾ തെളിവുകൾ കൊണ്ട് നേരിട്ട് തെളിയിക്കാനാകാത്ത അനുമാനാത്മക പ്രസ്താവനകളായിരിക്കും. ഉദാഹരണത്തിന് ഒരു സിദ്ധാന്തത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതും അല്ലെങ്കിൽ വളരെ ചെറുതുമായിരിക്കും. ഉദാഹരണത്തിന് സർവ്വബ്രഹ്മാണ്ഡത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമുണ്ടാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമുണ്ടാവാം. സിദ്ധാന്തത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ: പ്രിഡിക്റ്റീവ് പവർ, ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന ശേഷി ഒരു സിദ്ധാന്തത്തിന് വേണം. ശ്രദ്ധാപൂർവം നിർവചിച്ച ആശയങ്ങൾ, ന്യായസഹമായ ബന്ധങ്ങൾ, നിർവചനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. കോൺസെപ്റ്റ്, പ്രിപ്പോസിഷൻസ്, ഡെഫിനിഷൻസ്, ഹൈപ്പോത്തസിസ് എന്നിവയാണ് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. സിദ്ധാന്തം എല്ലാം പരസ്പരം തർക്കമില്ലാതെ ബന്ധിപ്പിച്ച ആശയങ്ങളുടെ സമാഹാരമാണ്. സമൂഹശാസ്ത്ര ചിന്തയുടെ പ്രധാന ധാരകൾ എന്ന് പറയുന്നത് അഗസ്റ്റ് കോംതെ, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവാണ്. പോസിറ്റീവ് ഫിലോസഫി, ഇതൊക്കെ അഗസ്റ്റ് കോംതെ. ഹെർബർട്ട് സ്പെൻസർ, എമിലി ഡർക്കീം, മാക്സ് വെബർ, അങ്ങനെ കുറച്ച് പേര്, പ്രധാനപ്പെട്ട ആൾക്കാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ സമൂഹത്തെ ജീവി വ്യവസ്ഥ പോലെ കണ്ടത് ഹെർബർട്ട് സ്പെൻസറാണ്. അതേപോലെ സോഷ്യൽ ഫാക്ട്സ്, ഡിവിഷൻ ഓഫ് ലേബർ, സൂയിസൈഡ് സ്റ്റഡി, അതൊക്കെ എമിലി ഡർക്കീമാണ്. മാക്സ് വെബർ ആണെങ്കിൽ സോഷ്യൽ ആക്ഷൻ, ബ്യൂറോക്രസി, ഐഡിയൽ ടൈപ്സ്, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരെക്കുറിച്ച് നമ്മളുടെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഹോമൻസിൻ്റെ വിഭാഗീകരണം. ഹോമൻസിൻ്റെ പ്രകാരം സാമൂഹ്യ സിദ്ധാന്തം 2 പ്രധാന രീതികളിൽ തരംതിരിച്ചിരിക്കുന്നു: നോർമേറ്റീവ് തിയറി, നോൺ നോർമേറ്റീവ് തിയറി. നോർമേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തമാണ്. എങ്ങനെ ജീവിക്കണം, എന്താണ് ശരി തെറ്റ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ശ്രമിക്കുന്നു. അതേപോലെ നോൺ നോർമേറ്റീവ് തിയറി മൂല്യങ്ങളോ മാനദണ്ഡങ്ങളോ പ്രാധാന്യമല്ല, സമൂഹത്തിൻ്റെ പ്രവർത്തനം, ഘടന, മനഃശാസ്ത്രം എന്നിവയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതാണ് നോൺ നോർമേറ്റീവ്. അപ്പോൾ ഹോമൻസിൻ്റെ വിഭാഗീകരണം ചോദിക്കുമ്പോൾ നോർമേറ്റീവും നോൺ നോർമേറ്റീവ് തിയറിയുമാണ്. അതേപോലെ നോൺ നോർമേറ്റീവ് തിയറി വീണ്ടും 3 വിഭാഗമാക്കി തിരിക്കുന്നുണ്ട്. അതിൽ സ്ട്രക്ചറൽ തിയറി, ഫങ്ഷണൽ തിയറി, സൈക്കോളജിക്കൽ തിയറി. സ്ട്രക്ചറൽ തിയറി എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കി, ഉദാഹരണം ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ ഫങ്ഷണൽ ആണെങ്കിൽ സമൂഹത്തിലെ ഓരോ ഘടകവും എങ്ങനെ പ്രവർത്തിക്കുന്നു, അതായത് ഫങ്ഷൻ എങ്ങനെ നിറവേറ്റുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതേപോലെ സൈക്കോളജിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ മാനസിക സ്വഭാവങ്ങൾ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളത്. പോസിറ്റീവ് vs ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി. പോസിറ്റീവ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രത്തെ പ്രകൃതിശാസ്ത്രം പോലെ കാണുന്നതാണ് പോസിറ്റീവ് സോഷ്യോളജി. ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി സമൂഹശാസ്ത്രത്തെ സമൂഹശാസ്ത്രമായി മാത്രം കാണുന്നു. മനുഷ്യരുടെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പഠനത്തിൽ പ്രധാനമാണെന്നിവർ പറയുന്നു. അതാണ് ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി. ഇനി ബോസ്കോഫിൻ്റെ വിഭാഗീകരണം എന്ന് പറയുന്നത് നോൺ സോഷ്യൽ സോഷ്യോളജി, പ്രോട്ടോ സോഷ്യോളജി. നോൺ സോഷ്യൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹമായി നേരിട്ട് ബന്ധമില്ലാത്ത പക്ഷേ സാമൂഹിക പഠനത്തിൻ്റെ ഭാഗമായി വരുന്ന ചിന്തകളാണ്. പ്രോട്ടോ സോഷ്യോളജി സമൂഹശാസ്ത്രം സ്വതന്ത്ര ശാസ്ത്രമാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആദ്യകാല ആശയങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ഇനി ഈ യൂണിറ്റിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും നോക്കാം. Which is the concept that refers to the philosophical and intellectual ideas to a time or place regarding social problems? സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമയത്തേക്കോ സ്ഥലത്തേക്കോ ഉള്ള ദാർശനികവും ബൗദ്ധികവുമായ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന ആശയം എന്താണ്? സാമൂഹിക ചിന്ത. Which is the concept that explains the scientific way of thinking about social life? സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ചിന്താരീതി വിശദീകരിക്കുന്ന ആശയം ഏതാണ്? സാമൂഹിക സിദ്ധാന്തം. വാട്ട് ആർ ദ 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് സോഷ്യൽ തിയറി ഓഫ് ബോസ്കോഫ്? ബോസ്കോഫിൻ്റെ സാമൂഹിക സിദ്ധാന്തത്തിൻ്റെ 2 തരംതിരിവുകളാണ് നോൺ സോഷ്യോളജി, പ്രോട്ടോ സോഷ്യോളജി. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് തിയറീസ് ഐഡൻറ്റിഫൈഡ് ബൈ ഹോമൻസ്? ഹോമൻസ് തിരിച്ചറിഞ്ഞ സിദ്ധാന്തങ്ങളുടെ തരങ്ങൾ ഏതൊക്കെ? നോർമേറ്റീവ്, നോൺ നോർമേറ്റീവ്. വാട്ട് ആർ ദ 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് നോൺ നോർമേറ്റീവ് തിയറി ബൈ ഹോമൻസ്? ഘടനാപരം, പ്രവർത്തനാപരം, മനഃശാസ്ത്രപരം. സ്ട്രക്ചറൽ, ഫങ്ഷണൽ, സൈക്കോളജിക്കൽ. Which is the concept that considers or treats sociology as a natural science? സോഷ്യോളജിയെ ഒരു പ്രകൃതിശാസ്ത്രമായി കണക്കാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ആശയം ഏതാണ്? പോസിറ്റീവ് സോഷ്യോളജിക്കൽ തിയറി. Which is the concept that considers sociology as a സോഷ്യൽ സയൻസ്? വ്യാഖ്യാനാത്മക സോഷ്യോളജിക്കൽ തിയറി.
എന്താണ് സാമൂഹിക സിദ്ധാന്തം? വാട്ട് ഈസ് സോഷ്യൽ തിയറി? രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള നിരീക്ഷിച്ച ക്രമമോ ബന്ധങ്ങളോ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു ആശയപരമായ പദ്ധതിയാണ് സിദ്ധാന്തം. അതായത് സാമൂഹിക സിദ്ധാന്തങ്ങൾ സാമൂഹിക പ്രതിഭാസങ്ങളെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന വിശകലന ചട്ടക്കൂടുകളോ മാതൃകകളോ ആണ്. സാമൂഹിക സിദ്ധാന്തത്തെക്കുറിച്ച് വിവിധ സാമൂഹിക ചിന്തകന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഡിസ്കസ് വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ തിയറി. സാമൂഹിക സിദ്ധാന്തത്തിൻ്റെ വിവിധ നിർവചനങ്ങൾ ചർച്ച ചെയ്യുക. ടാൽകോട്ട് പാർസൺസിൻ്റെ നിർവചനം. നിലവിലെ അർത്ഥത്തിൽ ഒരു സൈദ്ധാന്തിക സംവിധാനം എന്നത് യുക്തിപരമായി പരസ്പരാശ്രിതമായ അനുഭവപരമായ അവലംബത്തിൻ്റെ സാമാന്യവൽക്കരിച്ച ആശയങ്ങളുടെ ഒരു ബോഡിയാണ്. അതൊരു സംവിധാനം യുക്തിസഹമായി അടഞ്ഞതാകാൻ പ്രവണത കാണിക്കുന്നു. സിസ്റ്റത്തിലെ നിർദ്ദേശങ്ങളുടെ ഏതെങ്കിലും സംയോജനത്തിൻ്റെ യുക്തിപരമായ സൂചന അതേ സിസ്റ്റത്തിലെ മറ്റു ചില നിർദ്ദേശങ്ങളിൽ വ്യക്തമായി പ്രസ്താവിച്ചിരിക്കും. റോബർട്ട് കെ മെർട്ടൻ്റെ നിർവചനം. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തം എന്ന പദം യുക്തിപരമായി പരസ്പരബന്ധിതമായ ആശയങ്ങളുടെ കൂട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് അനുഭവപരമായ ഏകീകൃതതകൾ ഉരുത്തിരിഞ്ഞു വരാൻ കഴിയും. ഹോമൻസ് പറയുന്നത്, ആദ്യം ഒരു കൂട്ടം ആശയങ്ങൾ അല്ലെങ്കിൽ ആശയപരമായ സ്കീമുകൾ അടങ്ങിയിരിക്കുന്നു. സ്കീമിലെ ചില നിബന്ധനകൾ അവയെ വിവരണാത്മക ആശയങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത് സിദ്ധാന്തം എന്താണെന്ന് കാണിക്കാൻ സഹായിക്കുന്നു. മറ്റുള്ളവയെ ഒരു സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത് ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓരോന്നും കുറഞ്ഞത് രണ്ട് ഗുണങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്നു. മൂന്നാമതുമായി ഒരു ശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ അനുഭവങ്ങൾ അവയുടെ സത്യത്തിനോ അസത്യത്തിനോ അല്ലെങ്കിൽ അവയിൽ നിന്ന് രൂപപ്പെടുന്ന നിർദ്ദേശങ്ങൾക്കോ പ്രസക്തമാണ് എന്ന അർത്ഥത്തിൽ ആകസ്മികമായിരിക്കണം. കിട്ടിയ ഒരു അനുമാനത്തിൽ നിർദ്ദേശങ്ങളെല്ലാം എപ്പോഴും പൊതുവായി വ്യത്യാസപ്പെട്ടിരിക്കണമെന്നില്ല, പക്ഷേ പലപ്പോഴും അവ സംഭവിക്കും. എക്സ്പ്ലെയിൻ നോർമേറ്റീവ് ആൻഡ് നോൺ നോർമേറ്റീവ് തിയറീസ്. നോർമേറ്റീവ് നോൺ നോർമേറ്റീവ് തിയറികൾ വിശദീകരിക്കുക. ഹോമൻസിൻ്റെ അഭിപ്രായത്തിൽ രണ്ട് തരം പൊതു സിദ്ധാന്തങ്ങളുണ്ട്. നോർമേറ്റീവ് സിദ്ധാന്തവും നോൺ നോർമേറ്റീവ് സിദ്ധാന്തവുമാണവ. ഇതിൽ നോർമേറ്റീവ് സിദ്ധാന്തങ്ങളെ രണ്ടു വിഭാഗങ്ങളായി തരംതിരിക്കാം. ഏകപക്ഷീയവും രണ്ടോ ബഹുമുഖമോ ആയവയും. പരസ്പരം മാനദണ്ഡപരമായി പെരുമാറുന്ന രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടതാണ് നോർമേറ്റീവ് തിയറി. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിന് വ്യക്തിയോ ഗ്രൂപ്പോ എങ്ങനെ പെരുമാറണമെന്ന് വിശദീകരിക്കുന്നതാണ് നോൺ നോർമേറ്റീവ് തിയറി. ഹോമൻസിൻ്റെ അഭിപ്രായത്തിൽ നോൺ നോർമേറ്റീവ് സിദ്ധാന്തങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം. ഘടനാപരം, പ്രവർത്തനപരം, മനഃശാസ്ത്രപരം എന്നിവയാണവ. സാമൂഹിക സ്വഭാവത്തിൻ്റെ ചില ഘടകങ്ങളുടെ അസ്തിത്വം ഘടനാപരമായ സിദ്ധാന്തം വിശദീകരിക്കുന്നു. പ്രവർത്തനപരമായ സിദ്ധാന്തങ്ങളിലെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഒരു യൂണിറ്റിൽ ഒരു പ്രത്യേക ഘടകമോ പെരുമാറ്റ ഘടകങ്ങളുടെ സംയോജനമോ ഉണ്ടായില്ലെങ്കിൽ ഒരു സമൂഹമോ മറ്റു സാമൂഹിക യൂണിറ്റുകളോ നിലനിൽക്കില്ല, സന്തുലിതാവസ്ഥ നിലനിർത്തില്ല, അതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയുമില്ല. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ സമൂഹങ്ങളുടെയോ ഗ്രൂപ്പുകളുടെയോ മൊത്തത്തിലുള്ള പെരുമാറ്റത്തേക്കാൾ ഒരു സ്പീഷീസിലെ അംഗങ്ങൾ എന്ന നിലയിൽ പുരുഷന്മാരുടെ പെരുമാറ്റത്തിലെ ചില വ്യതിയാനങ്ങൾ സ്വഭാവത്തിലെ മറ്റേതെങ്കിലും വേരിയബിളിൻ്റെ കൂടുതലോ കുറവോ നിർദ്ദിഷ്ട പ്രവർത്തനമാണെന്ന് പ്രസ്താവിക്കുന്നു. വ്യക്തിഗത പുരുഷന്മാരുടെ അല്ലെങ്കിൽ ശാരീരിക പരിസ്ഥിതിയുടെ ഈ വേരിയബിൾ കൂടുതലോ കുറവോ നിർദ്ദിഷ്ടമാണ്. വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് സോഷ്യൽ തിയറി? സാമൂഹിക സിദ്ധാന്തങ്ങൾ 3 തരം. ഹെൽമുട്ട് വാഗ്നർ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചു. പോസിറ്റീവ് സോഷ്യോളജിക്കൽ സിദ്ധാന്തങ്ങൾ. ഇതിൻ്റെ വക്താക്കൾ സോഷ്യോളജിയെ ഒരു പ്രകൃതി ശാസ്ത്രമായി കണക്കാക്കുന്നു. ഈ വിഭാഗത്തിൽ നിയോ പോസിറ്റീവിസം, ഹ്യൂമൻ ഇക്കോളജി, സ്ട്രക്ചറൽ ഫങ്ഷണലിസം, സോഷ്യൽ ബിഹേവിയറലിസം, ബയോസൈക്കോളജിക്കൽ തിയറി ഓഫ് കൾച്ചറൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി. പ്രകൃതിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യോളജിയെ ഒരു സാമൂഹ്യശാസ്ത്രമായി കണക്കാക്കുന്നതാണ്. അതിൽ പ്രവർത്തനത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യോളജി, ഇൻ്റർപ്രറ്റേറ്റീവ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ഫിനോമിനോളജി എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്ന സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ശാസ്ത്രീയമോ മൂല്യനിർണയ സ്വഭാവമോ അല്ലാത്ത സാമൂഹിക സിദ്ധാന്തങ്ങൾ. ഇതിൻ്റെ വക്താക്കൾ സോഷ്യോളജിയെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രമായി കണക്കാക്കാത്തവരും പരിഗണിക്കാത്തവരുമാണ്. സാമൂഹ്യ ദാർശനിക സിദ്ധാന്തം, പ്രത്യയശാസ്ത്ര സാമൂഹിക സിദ്ധാന്തം, മാനുഷിക പരിഷ്കരണ സിദ്ധാന്തം എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ തിയറി. സാമൂഹ്യ സിദ്ധാന്തത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പരിശോധിക്കുക.
യുക്തിപരമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന നന്നായി നിർവചിക്കപ്പെട്ട ആശയങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു സിദ്ധാന്തം പ്രകടമാവുന്നു. വസ്തുതയ്ക്ക് വിപരീതമായി സിദ്ധാന്തം ഒരു വ്യവസ്ഥാപിത പ്രതീകാത്മക നിർമ്മിതിയാണ്. അത് വസ്തുതയുടെ അനിവാര്യതയെ ഉൾക്കൊള്ളുന്നില്ല. തിയറി നിർമ്മാണം എന്നത് ഒരു സൃഷ്ടിപരമായ നേട്ടമാണ്. അതിന് അനുഭവപരമായ തെളിവുകളിൽ നിന്ന് ഗുണപരമായ മാറ്റം ആവശ്യമാണ്. ഒരു സിദ്ധാന്തം സ്വാഭാവികമായും താൽക്കാലിക സ്വഭാവമുള്ളതാണ്. പുതിയ സ്ഥിതിവിവര കണക്കുകളുടെയും അനുഭവപരമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ഇത് എല്ലായ്പ്പോഴും പുനരവലോകനത്തിന് വിധേയമാണ്. ഒരു സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തം പരമ്പരാഗതമായ അർത്ഥത്തിൽ അന്തിമ രൂപീകരണമാകേണ്ടത് അത്യാവശ്യമോ അഭികാമ്യമോ അല്ല. സിദ്ധാന്തം പ്രാഥമിക രീതിയിൽ പരിശോധിക്കാവുന്നതാണ്. അതായത് നിലവിൽ ലഭ്യമായ അറിയപ്പെടുന്ന വസ്തുതകളുടെയും തെളിവുകളുടെയും ബോഡിയുമായി ഈ സിദ്ധാന്തം സ്ഥിരത പുലർത്തുന്നു. ഇതൊരു മാനവിക പാരമ്പര്യത്തിൻ്റെ ആവശ്യകതകളെ ഒരു ശാസ്ത്രീയ പാരമ്പര്യത്തിൻ്റെ ആവശ്യകതകളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യവസ്ഥാപിത രൂപീകരണമാണ്.